صلوا على من جاءنا بالحق أظهر ديننا وأزال داجية الخنا وبه الوجود الزيانا. صلوا على من جاءنا بالحق أظهر ديننا وأزال داجية الخنا وبه الوجود الزيانا. صلوا عليه وسلموا في الخلد حقا تكرموا. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. റജബ് 1 മുതൽക്ക് തന്നെ അതിന്റെ പുണ്യവും മഹത്വവും ആരംഭിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് അല്ലാഹുവിന്റെ ഹബീബ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദുആ ചെയ്തത് അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വ ശഅബാൻ. മാത്രമല്ല റജബ് മാസത്തിൽ പ്രധാനമായും 2 മഹത്വങ്ങളാണുള്ളത്. ഒന്നാമത്തേത് ബഹുമാനപ്പെട്ട സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രകാശം അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഉമ്മ ആമിന ബീവിയിലേക്ക് പ്രവേശിച്ച മാസമാണ്, ഗർഭം ചുമന്ന മാസമാണ്. മറ്റൊന്ന് മുസ്ലിം ചരിത്രത്തിലെ ഏറ്റവും വലിയ അത്ഭുതമായ മെഅറാജ് നടന്നതും റജബ് മാസത്തിലാണ്. അതുകൊണ്ടായിരിക്കും സ്വഹീഹായ ഹദീസുകളിൽ കാണാം, ഇമാം ബുഖാരിയും മുസ്ലിമും ഒക്കെ റിപ്പോർട്ട് ചെയ്ത ഹദീസുകളിൽ കാണാം, റമദാൻ ഒഴിച്ചാൽ പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഏറ്റവും കൂടുതൽ നോമ്പനുഷ്ഠിച്ചിരുന്നത് റജബിലും ശഅബാനിലുമായിരുന്നു. ഏറ്റവും കൂടുതൽ നബിതങ്ങൾ നോമ്പനുഷ്ഠിച്ചിരുന്നത് റജബിലും ശഅബാനിലുമായിരുന്നു എന്ന് ഇമാം ബുഖാരിയും മുസ്ലിമും ഒക്കെ റിപ്പോർട്ട് ചെയ്ത ഹദീസുകളിൽ കാണാം. അത് ആ മാസങ്ങളുടെ മഹത്വം തന്നെയാണ്, ആ മാസത്തിന്റെ പ്രത്യേകതയാണ്. നമുക്കെല്ലാവർക്കും അറിയുന്ന സംഭവമാണ്, മസ്ജിദുൽ ഹറാമിൽ നിന്ന് പലരും കണ്ടിട്ടുണ്ടാവില്ല, ഇന്നുണ്ട് അവിടെ ആ സ്ഥലം, ബുറാക്ക് വന്ന സ്ഥലം, സ്ഥലമൊക്കെ പ്രത്യേക തൂണുകൊണ്ട് ഇപ്പോഴും അവിടെ അടയാളപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അവിടെ വെച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മസ്ജിദുൽ അഖ്സയിലേക്കും അവിടെ നിന്ന് ആകാശത്തിലേക്കും സിദ്റത്തുൽ മുൻതഹയിലേക്കും സ്വർഗത്തിലുമൊക്കെ സന്ദർശിച്ച അത്യത്ഭുതകരമായ സംഭവം. അല്ലാഹു സുബ്ഹാനഹു വ തആലയുമായി കണ്ടുമുട്ടുകയും അല്ലാഹുവിന് അഭിനന്ദനങ്ങൾ അർപ്പിക്കുകയും അല്ലാഹു സുബ്ഹാനഹു വ തആല തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് സലാം പറയുകയും ഒക്കെ ചെയ്ത ആ മഹത്തായ സംഭവം. അവിടെ വെച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല ഉമ്മത്തിന് നൽകിയ സമ്മാനമാണ് നിസ്കാരം. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ ചെന്ന സമയത്ത് ഒരുപാട് കാര്യങ്ങൾ കണ്ടിട്ടുണ്ട്, ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ഫഔഹാ ഇലാ അബ്ദിഹി മാ ഔഹാ എന്ന് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറഞ്ഞത് കാണാം. അതിന്റെ വിശദീകരണം പറഞ്ഞാൽ തീരാത്തതാണ്. ഫഔഹാ ഇലാ അബ്ദിഹി മാ ഔഹാ. പലർക്കും സംശയം, മുഹ്യിദ്ദീൻ ശൈഖനെ ഗൗസുൽ ആലം എന്ന് അവിടുന്ന് വിളിച്ചിരുന്നു. എന്തുകൊണ്ട് ഫഔഹാ ഇലാ അബ്ദിഹി മാ ഔഹാ എന്ന ആയത്തിന്റെ പരിധിയിൽ അത് പെടാമല്ലോ, ഇന്നതൊക്കെ അറിയിച്ചു എന്ന് ഒരു തഫ്സീറിലുമില്ല. ഫഔഹാ ഇലാ അബ്ദിഹി മാ ഔഹാ. അല്ലാഹു സുബ്ഹാനഹു വ തആല എന്തൊക്കെ വഴി അറിയിക്കാൻ ഉദ്ദേശിച്ചു അതെല്ലാം പകർന്നു കൊടുത്തു. എല്ലാ കാര്യങ്ങളും അവിടെ വെച്ച് പകർന്നു കൊടുത്തിട്ടുണ്ട്. അവിടെ നബി സല്ലല്ലാഹു അലൈഹി തങ്ങൾ കണ്ട ഒരു പ്രത്യേകതയായിരുന്നു, ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് മലക്കുകൾ അവർ റുക്കൂല് തന്നെ ജനിച്ച സമയം മുതൽക്ക് അവരുടെ ജോലി അള്ളാഹുവിന് റുക്കൂഇലായി ഇബാദത്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മറ്റൊരു വിഭാഗം മലക്കുകൾ അവരുടെ പണി ജനിച്ചതു മുതൽക്ക് സുജൂദിലായി അള്ളാഹുവിനെ പ്രകീർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. മറ്റൊരു വിഭാഗം ഇത്തിദാലിലായി അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നു. വേറൊരു വിഭാഗം നൃത്തത്തിലായിക്കൊണ്ട് അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇങ്ങനെ ഇബാദത്തിൽ മാത്രം ഒഴുകിക്കൊണ്ടിരിക്കുന്ന അള്ളാഹുവിന് പ്രകീർത്തനങ്ങൾ അറിയിച്ചുകൊണ്ടിരിക്കുന്ന കോടാനക്കോടി മലക്കുകളെ ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാണുകയുണ്ടായി. അപ്പോൾ നബി തങ്ങൾക്കുണ്ടായിരുന്നൊരു ആഗ്രഹമായിരുന്നു ഇങ്ങനൊരു ഇബാദത്തിനെ കുറിച്ച്.
ഇതെല്ലാം സമന്വയിപ്പിച്ചുകൊണ്ടാണ് അല്ലാഹു തആല നിസ്കാരമാകുന്ന ഇബാദത്തിന് മനുഷ്യർക്ക് സമ്മാനമായി ആ യാത്രയിൽ നൽകിയത്. അതിൽ മലക്കുകൾ ചെയ്യുന്ന റുക്കൂഉണ്ട്, മലക്കുകൾ ചെയ്യുന്ന സുജൂദുണ്ട്, മലക്കുകൾ ചെയ്യുന്ന ഇഅ്തിദാലുണ്ട്, നൃത്തമുണ്ട്. ഇതെല്ലാം അടങ്ങിയ ഒരു ഗിഫ്റ്റ് മാത്രമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നേരിട്ട് അല്ലാഹുവുമായി സംഭാഷണം നടത്തിയെങ്കിൽ, നേരിട്ട് അല്ലാഹുവുമായി കണ്ടുമുട്ടിയെങ്കിൽ നമുക്ക് അല്ലാഹുവുമായി സംഭാഷണം നടത്താനും സംവദിക്കാനുമുള്ള മാർഗമാണ് നിസ്കാരം. ആ നിസ്കാരത്തിലൂടെ അല്ലാഹുവുമായി നാം കണ്ടുമുട്ടുന്നു. അല്ലാഹു അക്ബർ എന്ന് പറയുന്ന സമയത്ത് നമുക്ക് അല്ലാഹുവിനെ ഓർമ്മ വരുന്നു. ഫാത്തിഹ സൂറത്ത് ഓതുന്ന സമയത്ത് നമുക്ക് അല്ലാഹുവിനെ ഓർമ്മ വരുന്നു. റുക്കൂയിലേക്ക് പോകുന്ന സമയത്ത് അല്ലാഹു അക്ബർ എന്ന് പറയുന്ന സമയത്ത് നമുക്ക് അല്ലാഹുവിനെ ഓർമ്മ വരുന്നു. ഇങ്ങനെ നിരന്തരം അല്ലാഹുവിനെ ഓർമ്മിപ്പിക്കുന്നതിലൂടെ തെറ്റുകളിൽ നിന്ന് വിട്ടുനിൽക്കാനും അല്ലാഹുവിലേക്ക് അടുക്കാനും അല്ലാഹുവിന്റെ സാമീപ്യം കരസ്ഥമാക്കാനും മനുഷ്യനെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന കർമ്മമാണ്, ഇബാദത്താണ് പരിശുദ്ധമായ നിസ്കാരം. അല്ലാഹുവിനെ ഓർമ്മിക്കാൻ, അതാണ് അല്ലാഹു ഖുർആനിൽ പറഞ്ഞത്, അഖിമിസ് സ്വലാത്ത ലിദിക്രി, എന്നെ ഓർക്കാൻ വേണ്ടി, എന്റെ ഓർമ്മ നിങ്ങളിൽ നിലനിൽക്കാൻ വേണ്ടി, എന്നെക്കുറിച്ചുള്ള ചിന്ത നിങ്ങളിൽ എല്ലാ സമയത്തും ഉണ്ടാകാൻ വേണ്ടി നിങ്ങൾ നിസ്കാരത്തെ നിലനിർത്തൂ എന്ന് ഹബീബ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. അല്ലാഹുവിനോടുള്ള ഓർമ്മ ഇതെപ്പോഴും വേണം. നേരത്തെ നമ്മുടെ സ്വാഗത പ്രസംഗത്തിൽ അബ്ദുസ്സമദ് പറയുകയുണ്ടായി, നമ്മുടെ ഇന്നത്തെ പ്രശ്നം പ്രവാസികളാകുന്ന നമുക്കുള്ള വിഷമങ്ങളും പ്രയാസങ്ങളും സത്യത്തിൽ ഒരു വലിയ പ്രതിസന്ധി തന്നെയാണ്. ഒരുപാട് ആളുകൾ ബേജാറിലാണ്. വിളിക്കുന്നവർക്ക് ചോദിക്കുന്ന എന്താവും. സാധാരണക്കാരായ കഫീലിന്റെ അടുത്ത് ജോലി ചെയ്യാത്ത, പുറത്ത് ജോലി ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം വലിയ ഭീഷണിയായിരിക്കുകയാണ്. ഒരു വർഷത്തേക്ക് ഇഖാമ പുതുക്കാൻ 10,000 ഒക്കെ ചോദിക്കാൻ ഇപ്പൊ തന്നെ തുടങ്ങിയിട്ടുണ്ട്. എന്നാൽ തന്നെ അത് പുതുങ്ങുമോ എന്നറിയില്ല. കഫീലിന്റെ അടുത്തും കമ്പനിയിലുമൊക്കെ ജോലി ചെയ്യുന്നവർക്ക് അവർ റെഡ് കാറ്റഗറിയിലാണോ അല്ല യെല്ലോ ആണോ ഗ്രീൻ ആണോ തുടങ്ങിയ ആകുലതകൾ വല്ലാതെ വർദ്ധിച്ചിരിക്കുകയാണ്. ഈ സമയത്ത് നാം ഈ പരിശുദ്ധമായ റജബ് മാസത്തിൽ ചെയ്യേണ്ടുന്ന ഒരു കർമ്മമാണ് അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വ ശഅബാന. ഈ തീരുമാനങ്ങളൊക്കെ നമുക്ക് ബറക്കത്തും നിഅമത്തും റഹ്മത്തുമായി മാറിക്കിട്ടാൻ വേണ്ടി നാം ദുആ ചെയ്യുക. എല്ലാം നൽകുന്നവൻ അല്ലാഹുവാണല്ലോ. അതോടൊപ്പം സാന്ദർഭികമായി എന്നോടും നിങ്ങളോടും ഒക്കെ ഉണർത്താനുള്ളത്, നാം ഒരിക്കലും ഇത്തരം നിയമങ്ങളുടെ പേരിൽ മാനസിക സംഘർഷം ഉണ്ടാക്കാതിരിക്കുക. ദുനിയാവൊക്കെ നമ്മളെ തലകേറ്റി വെക്കേണ്ടെന്ന ആവശ്യമില്ല. ചിലര് എവിടെങ്കിലും ഒരു പഞ്ചസാരക്ക് 50 പൈസ കൂടുമ്പോഴേക്ക് ബേജാറാവാൻ തുടങ്ങും. അല്ലെങ്കിൽ എന്തെങ്കിലും പത്രത്തിൽ ഇത്തരം ന്യൂസ് കേൾക്കുമ്പോഴേക്ക് നാം അതെല്ലാം നമ്മുടെ തലയിൽ കയറ്റിവെച്ച് പേടിക്കേണ്ടെന്നോ ബേജാറാവേണ്ടെന്നോ ആവശ്യമില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ പറഞ്ഞിട്ടില്ലേ, ഖുൽ, നബിയെ നിങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുക, നിങ്ങൾ മനസ്സിലാക്കി കൊടുക്കുക, ലൻ യുസീബനാ ഇല്ലാ മാ കതബല്ലാഹു ലനാ, അല്ലാഹ് നിശ്ചയിച്ചതല്ല നമുക്കൊന്നും എത്താൻ പോകുന്നില്ല. അല്ലാഹു തീരുമാനിച്ചു വെച്ചതല്ലാതെ ഒന്നും നമുക്ക് വരികയില്ല. അതുകൊണ്ട് വഅലല്ലാഹി ഫല്യതവക്കലിൽ മുഅ്മിനൂൻ എന്ന് നിങ്ങൾ പറഞ്ഞു കൊടുക്കുക. മുഅ്മിനീങ്ങൾ അല്ലാഹുവിന്റെ മേൽ തവക്കുലാക്കിക്കൊള്ളട്ടെ. വിശ്വാസികളാണോ അല്ലാഹുവിന്റെ മേൽ വരമേൽപ്പിച്ചു കൊള്ളട്ടെ. ഇത് നമ്മുടെ അടിസ്ഥാന വിശ്വാസമായിരിക്കണം. ഇത് നമ്മുടെ അടിസ്ഥാനമായിരിക്കണം. പിന്നെ നമുക്ക് എന്ത് തീരുമാനങ്ങളും നാം അതിൽ നമുക്ക് പേടിയുണ്ടാവുകയില്ല, മാനസിക സംഘർഷമുണ്ടാവുകയില്ല. സംഗതി എന്താവണം, നാം തയ്യാറെടുപ്പുകൾ നടത്തണം, പല വിധേനയും നാം അതിനെ പ്രതിരോധിക്കാൻ നോക്കണം, മാർഗങ്ങളൊക്കെ ചിന്തിക്കണം. എന്നാൽ മാനസികമായ സംഘർഷം ഉണ്ടാവരുത്. അതിനുള്ള മാർഗമാണ് ഈ വിശുദ്ധ ഖുർആനിന്റെ ആയത്തിൽ നാം വിശ്വസിക്കുക. പല രോഗങ്ങളുടെയും കാരണം മാനസിക സംഘർഷമാണ്. നബിയെ തങ്ങൾ പറയുക, ലൻ യുസീബനാ ഇല്ലാ മാ കതബല്ലാഹ്. ഇങ്ങനെ 7 ആയത്തുകളെ കുറിച്ച്, ആയത്തുൽ കിഫായ എന്ന് പറയുന്ന 7 ആയത്തുകളെ കുറിച്ച് ബഹുമാനപ്പെട്ട അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല എന്ന് പറഞ്ഞത് കാണാം. ഈ ആയത്ത് സ്ഥിരമായി ചൊല്ലുന്നവർ, എന്തിനാണ് അത് ചൊല്ലുന്നത്? ഇത് നമ്മൾ ഓർമ്മിപ്പിക്കുകയാണ്. ഖുൽ, നബിയെ തങ്ങൾ പറയുക, ലൻ യുസീബനാ ഇല്ലാ മാ കതബല്ലാഹു ലനാ ഹുവ മൗലാനാ വഅലല്ലാഹി ഫല്യതവക്കലിൽ മുഅ്മിനൂൻ. എന്നിട്ട് അതിന്റെ ശേഷമുള്ള മറ്റൊരായത്ത്, തൊട്ട് ശേഷമുള്ള വേറെ സൂറത്തിലുള്ള ആയത്ത്, ഈ ആയത്തുൽ കിഫായ എന്ന് പറയുന്ന ആയത്തിലുള്ള വഇ യംസസ്കല്ലാഹു ബിദുർരിൻ ഫലാ കാശിഫ ലഹു
എന്തർത്ഥവത്തായ ആയത്താണ്. വൈ യംസസ്കല്ലാഹു ബിദുർരിൻ, വല്ല ആപത്തും നിങ്ങൾക്ക് വന്നണഞ്ഞാൽ ഫലാ കാശിഫ ലഹു ഇല്ലാഹു, അല്ലാതെ അതിനെ നീക്കിക്കളയാൻ മറ്റാരുമില്ല. അള്ളാഹുവാണ് അത് നീക്കിത്തരുന്നവൻ. വൈ യുരിദുക ബിഖൈരിൻ, ഇനി അള്ളാഹു തആല നിങ്ങൾക്കൊരു ഖൈറിനെ തരണമെന്ന് ഉദ്ദേശിച്ചാലോ ഫലാ റാദ്ദ ലിഫദ്ലിഹി, അള്ളാഹുവിന്റെ ഔദാര്യത്തിനെ തടയാൻ കഴിയുന്ന ലോകത്തൊരാളും തന്നെയില്ല. യുസീബു ബിഹി മൻ യശാഉ മിൻ ഇബാദിഹി വഹുവൽ ഗഫൂറുർ റഹീം. അത്തരം ഖൈറായ കാര്യങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ ഇച്ഛിക്കുന്ന ആളുകൾക്ക് നൽകുന്നതാണ്. അവൻ വല്ലാതെ പുറത്തു കൊടുക്കുന്നവനും കാരുണ്യവാനുമാണ്. മറ്റൊരായത്ത് വമാ മിൻ ദാബ്ബത്തിൻ ഫിൽ അർദി ഇല്ലാ അലല്ലാഹി റിസ്ഖുഹാ, ഭൂമിയിൽ ചലിക്കുന്ന ഒരു ജീവിയും തന്നെ ഇല്ലാ അലല്ലാഹി റിസ്ഖുഹാ, അള്ളാഹുവിന്റെ മേലിലാണ് അതിന് ഭക്ഷണം നൽകുന്ന ഉത്തരവാദിത്വം. അള്ളാഹു തആല നമുക്ക് തൊള്ള സൃഷ്ടിച്ചു തന്നിട്ടുണ്ടെങ്കിൽ, വായ സൃഷ്ടിച്ചു തന്നിട്ടുണ്ടെങ്കിൽ അതിന് ഭക്ഷണം നൽകാനും അള്ളാഹുവിന് സാധിക്കും. മഹാന്മാർ പറഞ്ഞ ഒരു സംഭവം ഓർമ്മ വരികയാണ്. ഒരു കൊള്ളക്കാരൻ വഴിയിൽ കൊള്ള നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരാള്, അദ്ദേഹം 2 ഈത്തപ്പന മരങ്ങളെ കാണുന്നു. ഒരു ഈത്തപ്പന മരത്തിന്റെ മുകളിൽ ഈത്തപ്പഴം ഇഷ്ടംപോലെ ഉണ്ട്, മറ്റേ മരത്തിൽ ഈത്തപ്പഴമില്ല, കായ്ച്ചിട്ടില്ല. ഈ പഴമുള്ള മരത്തിൽ നിന്ന് ഒരു കാക്ക പഴങ്ങൾ കൊത്തിപ്പറിച്ചു കൊണ്ടുപോയി പഴമില്ലാത്ത മരത്തിലേക്ക് കൊണ്ടുപോകുന്നത് കാണുന്നു. 7 പ്രാവശ്യം ഇത് ആവർത്തിക്കുന്നത് കണ്ടപ്പോൾ അദ്ദേഹത്തിന് അത്ഭുതം തോന്നി. എന്താണ് ഇത് സംഭവം? ഒരു തളപ്പുണ്ടാക്കി അദ്ദേഹം ഇതിന്റെ മുകളിൽ കയറി നോക്കുന്ന സമയത്ത് പ്രിയപ്പെട്ട സഹോദരന്മാർ അത്ഭുതപ്പെട്ടു പോവുകയാണ്. കണ്ണു കാണാത്ത ഒരു സർപ്പം ഈ പഴമില്ലാത്ത മരത്തിന്റെ മുകളിലുണ്ട്. ഈ പക്ഷി പഴമുള്ള മരത്തിൽ നിന്ന് പഴം കൊത്തിപ്പറിച്ച് കൊണ്ടുവന്ന് അത് കഷ്ണങ്ങളാക്കി ഈ പാമ്പിന്റെ തൊള്ളയിലേക്ക് വെച്ചു കൊടുക്കുകയാണ്. നിങ്ങൾക്കറിയാം, സർപ്പം എന്ന് പറയുന്ന സാധനം പഴങ്ങളിൽ നിന്നതായിരിക്കില്ല. പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ സൃഷ്ടിച്ച വസ്തുക്കൾക്ക് ഭക്ഷണം കൊടുക്കുന്ന കാര്യം അല്ലാഹു ഏറ്റതാണ്. അതേത് വിധേനയും അല്ലാഹു നിർവഹിച്ചുകൊണ്ടിരിക്കും. അതാണ് വമാ മിൻ ദാബ്ബത്തിൻ ഫിൽ അർദി ഇല്ലാ അലല്ലാഹി റിസ്ഖുഹാ വയഅലമു മുസ്തഖറഹാ, എവിടെയാണ് അത് താമസിക്കുന്നത് അല്ലാഹുവിനറിയാം. വമുസ്തൗദ, എങ്ങോട്ടാണ് അത് ചെന്നെത്തുന്നതെന്ന് അല്ലാഹുവിനറിയാം. കുല്ലും ഫീ കിതാബിൻ മുബീൻ, എല്ലാം വ്യക്തമായ രേഖയിൽ കിതാബിൽ രേഖപ്പെട്ട് കിടക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് ഇന്നി തവക്കൽതു അലല്ലാഹി റബ്ബി വറബ്ബിക്കും, ഞാൻ നിശ്ചയമായും എന്റെയും നിങ്ങളുടെയും രക്ഷിതാവായ അല്ലാഹുവിൽ ബരമേൽപ്പിച്ചിരിക്കുന്നു. മാ മിൻ ദാബ്ബത്തിൻ ഇല്ലാ ഹുവ ആഖിദും ബിനാസിയതിഹാ, എന്തെല്ലാം വസ്തുക്കൾ ലോകത്തുണ്ടോ അതിന്റെ ഒക്കെ പിന്നിൽ എന്റെ ഒരു പിടുത്തമുണ്ട്. അള്ളാഹു അതിന്റെ മുർദാവിൽ പിടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ കയ്യിലാണ് അതിന്റെ കൺട്രോൾ. ഇന്ന റബ്ബി അലാ സിറാത്തിൻ മുസ്തഖീം, നിശ്ചയം എന്റെ നാഥൻ സത്യവഴിയിലാണുള്ളത്. വകഅയ്യിൻ മിൻ ദാബ്ബത്തിൻ ലാ തഹ്മിലു റിസ്ഖഹാ അല്ലാഹു യർസുഖുഹാ, നിങ്ങൾ കണ്ടിട്ടില്ലേ എത്രയെത്ര മൃഗങ്ങളാണ്, എത്രയെത്ര ജീവികളാണ് ലാ തഹ്മിലു റിസ്ഖഹാ, അതൊരിക്കലും അതിന്റെ കയ്യിൽ ബാങ്ക് അക്കൗണ്ട് ഇല്ല, അതിന്റെ കയ്യിൽ ഒന്നുമില്ല. പക്ഷേ അല്ലാഹു യർസുഖുഹാ, അല്ലാഹുവാണ് അതിന്റെ ഭക്ഷണം നൽകുന്നത്. പറവകളെ നിങ്ങൾ കണ്ടിട്ടില്ലേ, രാവിലെ വയറൊട്ടിയതായി അവ പറന്നു പോകുന്നു, പക്ഷേ വൈകുന്നേരം വരുന്ന സമയത്ത് സന്തോഷവാന്മാരായി ഒരു പൈസയും അവർ സൂക്ഷിച്ചു വെക്കുന്നില്ല. അപ്പോൾ വല്ലാഹു യർസുഖുഹാ വഇയ്യാക്കും, അല്ലാഹുവാണ് നിങ്ങൾക്കും അവക്കും ഭക്ഷണം നൽകുന്നത്. വഹുവസ് സമീഉൽ അലീം, അവനെല്ലാം കാണുന്നവനും അറിയുന്നവനുമല്ലേ. ഏതൊക്കെ നിയമങ്ങൾ വന്നാലും ഇതൊക്കെ അറിയുന്നവനും കാണുന്നവനോ നൽകുന്നവനും അല്ലാഹുവാണ്. മാ യഫ്തഹില്ലാഹു ലിന്നാസി മിർ റഹ്മത്തിൻ ഫലാ മുംസിക ലഹ, അല്ലാഹു തആല അനുഗ്രഹം ചെയ്യാൻ ഉദ്ദേശിച്ചാൽ, അനുഗ്രഹത്തിന്റെ കവാടം തുറന്നു കൊടുക്കാൻ ഉദ്ദേശിച്ചാൽ ഫലാ മുംസിക ലഹ, അതിനെ അടച്ചിടാൻ കഴിയുന്ന ഒരാളും തന്നെയില്ല. വമാ യുംസികു ഫലാ മുർസില ലഹു, അല്ലാഹു ക്ലോസ് ചെയ്തതിനെ തുറന്നു കൊടുക്കാൻ കഴിയുന്നവനും ഒരാളും തന്നെയില്ല. മിൻ ബഅദിഹി, അല്ലാഹു അല്ലാതെ. വഹുവൽ അസീസുൽ ഹകീം, അല്ലാഹു അസീസാണ്, ഹകീമാണ്. വലഇൻ സഅൽതഹു മൻ ഖലഖസ് സമാവാതി വൽ അർദ ലയഖൂലുന്ന അല്ലാഹ്, നിങ്ങൾ അവരോട് ചോദിച്ചാൽ ആരാണ് ഈ ലോകത്ത്, വലഇൻ സഅൽതഹു മൻ ഖലഖസ് സമാവാതി വൽ, ആകാശഭൂമികളെ സൃഷ്ടിച്ചത് ആരാണെന്ന് ചോദിച്ചാൽ അവർ അല്ലാഹുവാണെന്ന് വായ കൊണ്ട് പറയും. ഖുൽ അഫറഅയ്തും മാ തദഊന മിൻ ദൂനില്ലാഹി ഇൻ അറാദനി അല്ലാഹു ബിദുർരിൻ ഹൽ ഹുന്ന കാശിഫാത്തു ദുർരി, നിങ്ങൾ അല്ലാതെ ആരാധനകൾ അർപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഈ വിഗ്രഹങ്ങൾ അവര് വല്ലതും അള്ളാഹു നിങ്ങൾക്ക് തരികയാണ്, വല്ല ബുദ്ധിമുട്ടുകളും അള്ളാഹു നിങ്ങൾ ഏൽപ്പിക്കുകയാണെങ്കിൽ ആ ബുദ്ധിമുട്ടിനെ തടുക്കാൻ ആ വിഗ്രഹങ്ങൾക്ക് സാധിക്കുമോ? ഔ അറാദനി ബി റഹ്മത്തിൻ, അല്ലെങ്കിൽ എന്റെ റബ്ബ് എനിക്ക് വല്ല നിയമത്തും തരാൻ ഉദ്ദേശിച്ചാൽ അത് തടുക്കാൻ അവർക്ക് സാധിക്കുമോ? ഖുൽ ഹസ്ബി അല്ലാഹു അലൈഹി യതവക്കലുൽ മുതവക്കിലൂൻ, അതുകൊണ്ട് നബിയെ നിങ്ങൾ പറയുക ഹസ്ബി അല്ലാഹ്, എനിക്ക് അല്ലാഹ് മതി. അലൈഹി യതവക്കലുൽ മുതവക്കിലൂൻ, ആ അള്ളാഹിന്റെ മേലിൽ ഭരമേൽപ്പിച്ചു കൊള്ളട്ടെ. അപ്പൊ ഇതാണ് നമ്മുടെ അടിസ്ഥാന വിശ്വാസം. കഴിയുന്നവരൊക്കെ ഈ 7 ആയത്തുകളും
എന്നും പാരായണം ചെയ്യുക. നമ്മുടെ മനസ്സിന് സമാധാനമുണ്ടാകും.